न तो कारवां की तलाश है, ना तो कारवां की तलाश है, न तो हम सफर की तलाश है, ना तो कारवां की तलाश है. Hi guys and welcome back to my channel Kavya. എൻ്റെ ലാസ്റ്റ് വീഡിയോ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരുപാട് സ്റ്റുഡൻസും ഒരുപാട് ആൾക്കാരും അത് റീഷെയർ ചെയ്തിരുന്നു, കണ്ടിരുന്നു, അഭിപ്രായങ്ങൾ പറഞ്ഞിരുന്നു. So happy for all your support and comments and shares and views. I just love all of them. Anyways, I'm so happy for what I've got. And ഈ ഒരു എന്താ പറയുക, വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ആസ് എ ടോക്കൺ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്, ഗ്രാറ്റിറ്റ്യൂഡ് ഇസ് എ റൈറ്റ് ആറ്റിറ്റ്യൂഡ് എന്നാണല്ലോ പറയാറ്. അപ്പോൾ I have a few blessings that came my way that I would like to share. First of all, ഞാൻ എൻ്റെ പോഡ്കാസ്റ്റിന്റെ ഫസ്റ്റ് എപ്പിസോഡിന് തന്നെ 100 streams and downloads in Spotify കിട്ടി, which is a huge achievement for me because I don't think it's merely my sharing to my contacts, it's more beyond that. ഒരുപാട് പേര് കേട്ടിട്ടുണ്ട് and I'm so happy I could connect to so many people out there. Then my second thing that I'm grateful for is that സർവമായ ഫിലിം കണ്ടു വന്ന ഉടനെ പെട്ടെന്ന് മനസ്സിലൊരു ഐഡിയ വന്ന് ഒരു സ്റ്റോറി പോസ്റ്റ് ചെയ്ത് ആ സ്റ്റോറിയിൽ നിന്നും ഒരു വീഡിയോ ഉണ്ടാക്കിക്കൂടെ എന്ന് ലക്ഷ്മി എന്ന് പറയുന്ന PhD ഫെയറി ലക്ഷ്മി ചേച്ചി എൻ്റെ അടുത്ത് ചോദിച്ചതിന്റെ പേരിൽ ഞാനൊരു റീല് കോണ്ടന്റ് സെറ്റ് ചെയ്തിരുന്നു. അതിനൊരു 13K വ്യൂസ് ഇൻസ്റ്റാഗ്രാമിൽ കിട്ടി, which I guess is a very big milestone for me as a beginner in content creation. So thank God for that and thank you Lakshmi ചേച്ചി for that. പിന്നെ the third thing that happened is very small but very important to me. Almost 390 subscribers എനിക്കിപ്പോൾ യൂട്യൂബിലുണ്ട്, which I guess is very huge. ആലോചിച്ച് നോക്കൂ, ഒരു മുറിക്കകത്ത് ഇപ്പൊ 390 ആൾക്കാർ ഇരിക്കുന്നുണ്ട് and they are listening to you. Isn't it a big thing? But സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം 500 വ്യൂസോ 1K വ്യൂസോ അതിനൊന്നും ഒരു വിലയില്ലാതായിട്ടുണ്ട്. സോ I realized that okay, ഇപ്പൊ 390 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, 500 വ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ 500 പേര് ഞാൻ സംസാരിക്കുന്നത് കേട്ടു. 500 പേർക്ക് എല്ലാവർക്കും ചിലപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല, ഇഷ്ടപ്പെട്ടവരൊക്കെ കമന്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. സോ ഐ ഡോണ്ട് തിങ്ക് ദാറ്റ്സ് എ വെരി ബാഡ് മെട്രിക്സ്. ആൻഡ് അതുകൊണ്ട് തന്നെ എൻ്റെ ചാനലിലുള്ള എല്ലാ 390 സബ്സ്ക്രൈബേഴ്സും 390+ സബ്സ്ക്രൈബേഴ്സ് എല്ലാവർക്കും താങ്ക്സ് ലോട്ട് ഫോർ സബ്സ്ക്രൈബിങ് ആൻഡ് ട്രസ്റ്റിംഗ് ഇൻ മീ. സോ ഇന്നത്തെ സബ്ജക്ട്, നമ്മുടെ വീഡിയോയുടെ സബ്ജക്ട് കുറച്ച് സീരിയസ് ആണ്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. അപ്പൊ നിങ്ങൾ എന്തായാലും ടൈറ്റിൽ കണ്ടിട്ടുണ്ടാവും. പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. ഹൗ ടു സ്റ്റഡി ഇഫക്റ്റീവ്ലി ഇൻ ജസ്റ്റ് 3 steps. 3 എന്ന് പറയുന്നത് വളരെ ചെറിയ 3 സ്റ്റെപ്സ് ആണ്. ബട്ട് ആസ് ഫാർ ആസ് എ സ്റ്റുഡന്റ് ഇസ് കൺസേൺ, നമ്മൾ നമ്മുടെ സ്റ്റെപ്സ് ഡൈവേഴ്സിഫൈ ചെയ്യുന്നതിനെക്കാട്ടിലും എത്രത്തോളം നമ്മുടെ സ്റ്റെപ്സ് കുറയുന്നോ അത്രത്തോളം നമ്മുടെ സ്റ്റഡി ഇഫക്റ്റീവ് ആവും. there are students like who do multiple revisions, they read their notes, they rewrite their notes എഴുതിയത് തന്നെ വീണ്ടും എഴുതി പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ട്. It is actually making the whole study process way too complex and time consuming, which can be called as hard work. Hard work നല്ലതാണ്, but hard work if it is not put in the right direction, it becomes directionless ആയിട്ട് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നമുക്കൊരു എൻഡ് പ്രൊഡക്റ്റ് റിസൾട്ട് കിട്ടുന്നുണ്ടെങ്കിൽ മാത്രമേ ഹാർഡ് വർക്ക് കൊണ്ട് കാര്യമുള്ളൂ. അപ്പോ ആ സമയത്ത് വരുന്ന ഒരു കോൺസെപ്റ്റ് ആണ് സ്മാർട്ട് വർക്ക് എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെ നമുക്ക് സ്മാർട്ട് വർക്ക് ചെയ്യാൻ സാധിക്കും, സ്മാർട്ട് വർക്ക് എങ്ങനെയാണ് സ്റ്റഡീസിൽ കൊണ്ടുവരാൻ സാധിക്കുക പോലുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ടുള്ള വീഡിയോസ് ഞാൻ പറയുന്നുണ്ടാവും. പക്ഷെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് 3 tips to study effectively. എങ്ങനെയാണ് നിങ്ങൾ പഠിച്ചത് 3 സ്റ്റെപ്പിലൂടെ കൺസോളിഡേറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ 3 സ്റ്റെപ്പിലൂടെ നല്ല ഇഫക്റ്റീവായി പഠിച്ച് എക്സാം നല്ല മാർക്ക് വാങ്ങാൻ പറ്റുന്നതാണ്. സോ നമുക്കറിയാം എക്സാംസ് വരാൻ പോവാണ്. ദാറ്റ്സ് എ റൈറ്റ് ടൈം ടു വ്യൂ ദിസ് വീഡിയോ, വാച്ച് ദിസ് വീഡിയോ ആൻഡ് ഷെയർ ഇറ്റ് വിത്ത് യുവർ ഫ്രണ്ട്സ്. സോ ജസ്റ്റ് ലെറ്റ് മീ നോ ഈ പറയുന്ന 3 സ്റ്റെപ്പിൽ ഏതെങ്കിലും സ്റ്റെപ്പുകൾ നിങ്ങൾ ചെയ്യാറുണ്ടോ എന്നുള്ളത് കമന്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്കറിയാം, ആസ് എ ടീച്ചർ ഐ റെസ്പെക്ട് ആൻഡ് വാല്യൂ ദ ഇൻഡിവിജ്വൽ സ്റ്റൈൽസ് ഓഫ് സ്റ്റഡീസ് ദാറ്റ് വി ഓൾ ഹാവ്. നമ്മൾ ഓരോരുത്തരും പഠിക്കുന്ന രീതി ഡിഫറെന്റ് ആണ്, പഠിക്കുന്ന മെത്തേഡ്സ് ഡിഫറെന്റ് ആണ്, പഠിക്കുന്ന സമയം വരെ ഡിഫറെന്റ് ആണ്. ചില ആൾക്കാർ നൈറ്റ് ഔൾസ് ആണ്, ദേ വിൽ ബി സ്റ്റഡിങ് ഡ്യൂറിംഗ് ദ നൈറ്റ് ടൈം. ചില ആൾക്കാർ ഏർലി ബേർഡ്സ് ആണ്, അവർക്ക് രാവിലെ എഴുന്നേറ്റ് പഠിച്ചാലേ ശരിയാവുള്ളൂ. ചില ആൾക്കാർക്ക് 1 മണിക്കൂർ ഇരുന്നാൽ മതി, ദേ വിൽ കംപ്ലീറ്റ് എവറിത്തിങ്. ചില ആൾക്കാർക്ക് 6 മണിക്കൂർ ഇരുന്നാലും they cannot complete anything. So we are different, but when we are different we have to find the right way in which we can study. ഞാൻ ഈ പറയുന്ന 3 കാര്യങ്ങളും ഏത് ടൈപ്പ് ലേണറിനും ഏത് ടൈപ്പ് സ്റ്റുഡന്റിനും അഡോപ്റ്റ് ചെയ്യാവുന്ന മെത്തേഡ്സ് ആണ്. ഈ മെത്തേഡ്സ് സ്റ്റാൻഡ് അലോൺസ് ആയിട്ടും യൂസ് ചെയ്യാം അല്ലെങ്കിൽ കമ്പൈൻഡ് ആയിട്ടും യൂസ് ചെയ്യാം. സ്റ്റാൻഡ് അലോൺ കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് ഈ 3 മെത്തേഡിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ പിക്ക് ചെയ്ത് നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഈ 3ഉം നിങ്ങൾക്ക് ഒരു ഫ്ലോ ചാർട്ട് പോലെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ വിത്തൗട്ട് എനി ഫർദർ അഡ്യൂ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. നമ്മൾ ഒരു ടോപ്പിക് ഇപ്പൊ എടുത്തെന്ന് വിചാരിക്കാം.
ആ ടോപ്പിക്കിനെ കുറിച്ച് നല്ല രീതിയിൽ നമുക്ക് അറിയാമെന്ന് നമുക്ക് ഉറപ്പുവരുത്താൻ കഴിയുന്ന ഒരൊറ്റ മാർഗം എന്ന് പറയുന്നത് ത്രൂ ആസ്കിങ് ആൻഡ് ആൻസറിങ് ക്വസ്റ്റ്യൻസ്. ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്, ഇപ്പോൾ സോളാർ സിസ്റ്റം എന്നൊരു ടോപ്പിക് നമ്മൾ പഠിച്ചു വന്നിരിക്കട്ടെ. ആ ടോപ്പിക് പഠിച്ചതിന് ശേഷം അതിനകത്തുനിന്ന് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ തന്നെ പ്രിഡിക്ട് ചെയ്ത് തുടങ്ങുകയാണെങ്കിൽ it is a very good method to study because you start framing questions. When you start framing questions, you try to frame questions from every angle. Each and every aspect of the question ഇടുകയാണെന്നുണ്ടെങ്കിൽ it becomes very effective. കാരണം നിങ്ങൾ തന്നെ നിങ്ങൾക്ക് എക്സാമിന് മുന്നേ ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്തപോലെ ആയിരിക്കും. So this is one method called question making, where you can learn by framing questions based on the topics that you have learned. This will help you to recall the topics well. This will help you to understand the topic well. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ടോപ്പിക്കിൽ ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ that means that particular topic needs a special attention. നിങ്ങൾ കുറച്ചുകൂടെ നന്നായിട്ട് ആ ടോപ്പിക് പഠിക്കണം എന്നാണ് എൻ്റെ അർത്ഥം. Okay, so the first step is to make questions. ഇനി നമ്മൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാക്കി പഠിച്ചു കഴിഞ്ഞു. ക്വസ്റ്റ്യൻസിന്റെ ബേസിസിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ചില ടോപ്പിക്സിൽ, ഒരു പെർട്ടിക്കുലർ ചാപ്റ്ററിൽ ചില ടോപ്പിക്സ് നമുക്ക് വർക്ക്ഔട്ട് ആവുന്നില്ല, നമുക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാനൊന്നും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ആ ടോപ്പിക് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അപ്പോൾ ആ മനസ്സിലാവാത്ത ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ട് എല്ലാം കൂടെ ഒരു ദിവസം പഠിക്കാതെ അതിനകത്തുനിന്ന് 2-3 ടോപ്പിക്സ് അറ്റ് എ ടൈം ഒരു സമയത്തിരുന്ന് പഠിക്കാൻ ശ്രമിക്കുക. അതായത് ഇപ്പൊ നിങ്ങൾ സോളാർ സിസ്റ്റത്തില് നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് പ്ലൂട്ടോ എന്ന് പറയുന്ന പ്ലാനറ്റ് നമ്മുടെ സോളാർ സിസ്റ്റത്തിന് എക്സിറ്റ് ആയത് എന്നുള്ളതിന്റെ റീസൺ അറിയില്ല അല്ലെങ്കിൽ മനസ്സിലായിട്ടില്ല എന്നാണെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ കാര്യം എടുത്തിട്ട് ഒരു 15 to 20 മിനിറ്റ്സ് അതിനെ ബേസ് ചെയ്ത് പഠിക്കാം. ഇനി അത് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് പഠിക്കാം. യു ക്യാൻ ഈവൻ ഗോ ടു യൂട്യൂബ് ആൻഡ് വാച്ച് വീഡിയോസ് സോ ദാറ്റ് യു അണ്ടർസ്റ്റാൻഡ് ദ കോൺസെപ്റ്റ് വെൽ. ബട്ട് ദ പോയിന്റ് ഈസ് ആ ഒരു 15 to 20 മിനിറ്റ്സ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് കൃത്യമായിട്ട് ആൻസേഴ്സ് കിട്ടാനും ആ കോൺസെപ്റ്റ് മനസ്സിലാക്കാനും സാധിക്കണം. ഇതിനുശേഷം ആ പെർട്ടിക്കുലർ മനസ്സിലാവാത്ത ടോപ്പിക്കിന്റെ മേലെ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ മറക്കരുത്. ആ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കി അതിന്റെ ആൻസേഴ്സ് നിങ്ങൾക്ക് റീകോൾ ചെയ്യാൻ പറ്റിയാൽ മാത്രമേ യു വിൽ ബി സക്സസ്ഫുൾ ഇൻ അണ്ടർസ്റ്റാൻഡിംഗ് ദാറ്റ് പെർട്ടിക്കുലർ ടോപ്പിക്. ഇനി എന്റെ തേർഡ് ആൻഡ് ദ ലാസ്റ്റ് മെത്തേഡ് ദാറ്റ് ഐ വാണ്ട് ടു കൺവേ ഈസ് ടീച്ചിങ് മെത്തേഡ്. ഇത് ഞാനൊക്കെ ചെറുപ്പത്തിൽ ഒരുപാട് ചെയ്തിട്ടുള്ള കാര്യമാണ്. അതായത് എനിക്കൊരു ടോപ്പിക് അറിയില്ല എന്നുണ്ടെങ്കിൽ വാട്ട് ഐ ഡു ഇസ്, എനിക്ക് ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിനെ പറ്റി വലിയ ധാരണയില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ടോപ്പിക്കിൽ എന്തൊക്കെയാണോ അറിയുന്നത് അത് ഞാൻ എന്റെ ഫ്രണ്ടിലിരിക്കുന്ന ഇമാജിനറി കിഡ്സിന് പറഞ്ഞു കൊടുക്കും. ജസ്റ്റ് സീ ദ ഐറണി. ഇപ്പോഴും ഞാൻ എന്റെ ഫ്രണ്ടിലിരിക്കുന്ന കുറെ ഇമാജിനറി കിഡ്സിന്റെ മുന്നിൽ ക്ലാസ് എടുക്കുന്ന പോലെയാണ് സംസാരിക്കുന്നത്. സോ ഇങ്ങനെ ചെയ്യുമ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പഠിക്കുന്നതിനെക്കാട്ടിലും പഠിപ്പിക്കുമ്പോൾ നമ്മൾ കൂടുതൽ പഠിക്കും. മനസ്സിലായോ? ഓക്കെ, ലെറ്റ് മീ ബ്രേക്ക് ഇറ്റ് ഡൗൺ ഫോർ യു. അതായത് നമുക്ക് ഒരാൾക്ക് ഒരു ടോപ്പിക് പറഞ്ഞു കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ടോപ്പിക്കിനെ കുറിച്ച് എല്ലാം അറിഞ്ഞിരിക്കണം, അല്ലെ? അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ പഠിക്കും. ആ പഠിപ്പിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു എഫേർട്ട് എടുക്കും. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ പഠിക്കും. അതുകൊണ്ടാണ് പണ്ടൊക്കെ ടീച്ചേഴ്സ് പറഞ്ഞത് നിങ്ങൾക്ക് ഒരു കാര്യം അറിയില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം അറിയാം എന്നുണ്ടെങ്കിൽ വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കും. ബിക്കോസ് ദ മോർ യു ടീച്ച് ദം ദ ബെറ്റർ യു അണ്ടർസ്റ്റാൻഡ്. Now this is something that has helped me a lot right from childhood. ഒരു 5th സ്റ്റാൻഡേർഡ് തൊട്ട് ഇതന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കാരണം 5ാം ക്ലാസ് തൊട്ട് എക്സാമിന്റെ ലാസ്റ്റ് മിനിറ്റിൽ പലർക്കും പല ടോപ്പിക്സും കവർ ചെയ്ത് കൊടുക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ അങ്ങനെ ഒരു ചെറിയ ടൈം ലിമിറ്റിന്റെ ഉള്ളിലെ ടോപ്പിക്സ് കവർ ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതുപോലെ നമ്മൾ കാര്യങ്ങളിൽ സ്ട്രോങ് ആയിരിക്കണം, ഐഡിയ ഉണ്ടാവണം, ഫൗണ്ടേഷൻ ഉണ്ടാവണം. അപ്പൊ ടീച്ചിങ് മെത്തേഡ് ഒരു നല്ല മെത്തേഡാണ്, ഒരു ഇഫക്റ്റീവ് മെത്തേഡാണ്. പിന്നെ ടീച്ചിങ് മെത്തേഡ് യൂസ് ചെയ്യുന്നതിന്റെ ഗുണങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐഡിയാസിനെ നമ്മൾ കോൺസെപ്റ്റലൈസ് ചെയ്ത് അതിനൊരു ഫ്ലോ നമ്മൾ ക്രിയേറ്റ് ചെയ്യും. പ്രത്യേകിച്ച് ഹിസ്റ്ററി പോലുള്ള സബ്ജക്ട്സ് നമുക്ക് കഥയായിട്ട് പഠിക്കാൻ സാധിക്കും. ആ കഥയിൽ ഏറ്റവും ബുദ്ധിമുട്ട് ഹിസ്റ്ററിയിൽ പഠിക്കാൻ ഇയേഴ്സ് ആണ്. ആ ഇയേഴ്സിനൊക്കെ ഒരു ചെയിൻ പോലെ നമ്മൾ ഫോം ചെയ്തിട്ട് ആ ചെയിൻ കഥ നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നതായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ എക്സാമിന് പോകുമ്പോൾ എസ്സേ ഒക്കെ എഴുതുന്ന സമയത്ത് പുഷ്പം പോലെ നമുക്ക് എസ്സേ എഴുതാൻ പറ്റും. ഇനി എക്സാം എഴുതുന്ന സമയത്ത് ഈ പോയിന്റ്സ് ഒക്കെ അല്ലെങ്കിൽ ആ കഥ അങ്ങനെ എഴുതി വെക്കണം എന്നല്ല അതിന്റെ അർത്ഥം. കഥ എന്ന് പറയുന്ന ഒരു മീഡിയം മാത്രം ഈ പറയുന്ന പോയിന്റ്സ് എല്ലാം ഓർക്കാൻ. കാരണം മെയിൻ കൺസേൺ എന്തായിരിക്കണം? ആൻസർ റൈറ്റിംഗും നമ്മുടെ കോണ്ടന്റിലും ആയിരിക്കണം, നമ്മുടെ ആൻസർ കോണ്ടന്റിലായിരിക്കണം. മാക്സിമം ടെക്സ്റ്റ് ബുക്കിലെ വാക്കുകളൊക്കെ തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുക. കാരണം ദേ ആർ ദ കീവേഡ്സ്. കീവേഡ്സ് ഉപയോഗിക്കും തോറും നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ഇപ്പൊ നിങ്ങളൊരു ഹിസ്റ്ററിയിൽ ഒരു വലിയ ടോപ്പിക് എടുത്തിട്ട് നിങ്ങൾ അതിനെ പറ്റി ഒരു 5 മാർക്കിന്റെ എസ്സേ എഴുതുകയാണെങ്കിൽ 5 മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 പോയിന്റ്സ് ആണ് മിനിമം ഒരു ഇൻവിജിലേറ്റർ നിങ്ങളുടെ അടുത്ത് നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പൊ ഈ 10 പോയിന്റ് വെറുതെ നമുക്ക് തള്ളാൻ കഴിയില്ല. ആ 10 പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ പോയിന്റിലും ഒരു കീവേഡ് വെച്ചെങ്കിലും നിങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് എഴുതാൻ ശ്രമിക്കണം. ഇങ്ങനെയാണ് മാർക്കിംഗ് സ്കീമിന്റെ ഒരു കഥ കിടക്കുന്നത്. അപ്പോ നിങ്ങൾ പഠിപ്പിക്കുന്ന നേരത്ത് ഈ പറയുന്ന കീവേഡ്സ്, അപ്പൊ കീവേഡ്സ് എവിടെ കിട്ടുക? അൺഡൗട്ടഡ്ലി ഫ്രം യുവർ ടെക്സ്റ്റ് ബുക്ക് ഇറ്റ്സെൽഫ്, വിച്ച് മീൻസ് യു മസ്റ്റ് റീഡ് യുവർ ടെക്സ്റ്റ്. ഓക്കെ, ഇനി അടുത്ത ഈ വീഡിയോന്റെ ഭാഗം എനിക്ക് പറയാനുള്ളത് പേരൻസിന്റെ അടുത്താണ്. ഡിയർ പേരൻസ്, കുട്ടികളെ എക്സാം സ്ട്രെസ്സിലേക്ക് കടക്കുന്ന ഒരു സമയമാണ്. ദയവ് ചെയ്ത് നിങ്ങൾ അവരെ പ്രഷറൈസ് ചെയ്യരുത്. പ്രഷറൈസ് ചെയ്യരുത് എന്നുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് പഠിക്കാൻ പറയരുത് എന്നുള്ളതല്ല. പക്ഷേ കുട്ടികൾക്ക് ക്ലാസ്സുകൾ മുന്നോട്ട് കൂടുന്തോറും പഠിക്കാനുള്ള സ്ട്രെസ് കൂടിക്കൊണ്ട് വരികയാണ്. ചിലപ്പോൾ 5ാം ക്ലാസ് വരെ
പോയിരുന്ന ഒരു മെത്തേഡിൽ അവർക്ക് പഠിച്ചു പോകാൻ ഇനി സാധിക്കില്ല. നമ്മൾ പൊതുവേ കാണുന്ന ഒരു ട്രെൻഡ് ക്ലാസ് കൂടുന്തോറും ഗ്രേഡ്സ് കുറയുന്നതായിട്ടാണ്. അതിന്റെ അർത്ഥം അവർക്ക് പഠിക്കാനുള്ള ബുദ്ധി ഇല്ലാന്നോ അല്ലെങ്കിൽ പഠിക്കാനുള്ള കഴിവില്ലാന്നോ അല്ല, അവരുടെ പഠിത്തത്തിന്റെ സ്ട്രാറ്റജിയിൽ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ടെന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ആ മിസ്റ്റേക്ക് എന്താണെന്നുള്ളത് ഒരു ടീച്ചർക്കും ഒരു സ്റ്റുഡന്റിനും ഇഫക്റ്റീവ്ലി കണ്ടുപിടിക്കാൻ സാധിക്കില്ല. അത് ഏറ്റവും നല്ല ഇന്റർവെൻഷൻ അതിൽ വരുന്നത് പേരൻസിന്റെയാണ്. പേരൻസ് കൃത്യമായിട്ട് അവരെ ഒന്ന് അനലൈസ് ചെയ്യാം. എങ്ങനെയാണ് അനലൈസ് ചെയ്യുക? ഇപ്പൊ എന്റെ പേരൻസ് ഒക്കെ ചെയ്തിരുന്ന ഒരു കാര്യം ഞാൻ പറയാം. എന്റെ ആൻസർ ഷീറ്റ്സ് എന്റെ അച്ഛനും അമ്മയും ചെക്ക് ചെയ്യുമായിരുന്നു. അതൊരു വല്ലാത്തൊരു ഫേസ് തന്നെയാണ്, പേടിയാണ് നമുക്ക്. കാരണം കുറ്റങ്ങളൊക്കെ നമ്മുടെ ടീച്ചേഴ്സിനെക്കാട്ടും നന്നായിട്ട് പേരൻസ് കണ്ടുപിടിക്കും എന്നുള്ളത്. പക്ഷെ ആൻസർ ഷീറ്റ്സ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യുക കുട്ടികളുടെ. അതിൽ അവർക്ക് ഒരു 5 മാർക്കിന്റെ ചോദ്യത്തിൽ അവർ എത്ര പോയിന്റ്സ് എഴുതിയിട്ടുണ്ട്, 3 മാർക്കിന്റെ ചോദ്യത്തിന് അവർ എത്ര എഴുതിയിട്ടുണ്ട്, അവർ എത്രത്തോളം എഴുതുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ വായിച്ചു നോക്കണ്ട, കണ്ടന്റ് വായിച്ചു നോക്കണ്ട. അവർ എത്രത്തോളം എഴുതുന്നുണ്ടെന്ന് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എവിടോ എന്തോ പന്തികേടുണ്ടെന്നുള്ളത്. 3 മാർക്കിന്റെ ചോദ്യത്തിന് ഒരു വരിയാണ് എഴുതിയിരിക്കുന്നതെങ്കിൽ അതിന്റെ അർത്ഥം ബാക്കി എഴുതാനുള്ള കോണ്ടന്റ് കുട്ടിയുടെ മനസ്സിലില്ല. അപ്പൊ അതിനു വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് നിങ്ങൾ നോക്കുക. ട്യൂഷന് പോകുന്ന കുട്ടികൾ ആരും തന്നെ വീട്ടിൽ വന്ന് പഠിക്കാറില്ല. അവരാ വീട്ടിലെ പഠിപ്പാണ് ട്യൂഷനിൽ തീർത്തിട്ട് വരുന്നത് എന്നാണ് എനിക്ക് പൊതുവെ മനസ്സിലായിട്ടുള്ള ഒരു കാര്യം ആഫ്റ്റർ എ ബ്രീഫ് അനാലിസിസ്, വിച്ച് ഐ ഗെസ് ഇസ് വെരി റോങ്. ട്യൂഷൻ എന്ന് പറയുന്നതും ഒരു തരത്തിൽ പഠിപ്പിക്കലാണ്. ട്യൂഷൻ പഠിക്കുന്ന കുട്ടികൾക്ക് ഡബിൾ എഫേർട്ടാണ്. കാരണം സ്കൂളിൽ നിന്നും ഒരു രാവിലെ 10 മണി തൊട്ട് വൈകിട്ട് 3:30 വരെ പഠിക്കണം. അത് കഴിഞ്ഞ് ട്യൂഷൻ ഒരു 5:30-6 മണി വരെ പഠിക്കണം. ഈ ട്യൂഷൻ എടുക്കുന്നത് രാവിലെ ചിലപ്പോൾ ക്ലാസ്സിൽ എടുക്കുന്നതും ട്യൂഷൻ എടുക്കുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടാവും. അപ്പൊ കുട്ടികൾക്ക് ആക്ച്വലി ദേ ആർ വർക്കിംഗ് ഡബിൾ. ആ ഒരു ഡബിൾ വർക്കിന് ശേഷം ഈ 2 സ്ഥലത്തുനിന്നും പഠിച്ച കാര്യങ്ങൾ വീട്ടിൽ വന്ന് റിവൈസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ട്യൂഷൻ പോകുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. ഓക്കെ, അപ്പോ കുട്ടികൾ കൃത്യമായിട്ട് പഠിക്കാൻ മിനിമം ഒരു 2 മണിക്കൂറെങ്കിലും ഇരിക്കുന്നുണ്ട് എന്നുള്ളത് പേരൻസ് ഉറപ്പ് വരുത്തുക. എക്സാം സമയം ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ടൈം ടേബിൾ ഉണ്ടാക്കാൻ മറക്കണ്ട. ആ ടൈം ടേബിൾ സ്കൂൾ ടൈം ടേബിൾ, അതായത് എക്സാം ടൈം ടേബിളിനോടൊപ്പം തന്നെ അവനവന്റെ സ്റ്റഡി ടൈം ടേബിൾ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കാം. ഇതൊക്കെ കുറച്ച് എഫേർട്ടുള്ള പരിപാടിയാണ്, അത്ര എളുപ്പത്തിൽ നടക്കുന്ന കാര്യങ്ങളല്ല. പക്ഷെ വിചാരിച്ചാൽ നടക്കാത്തതും അല്ല. എല്ലാവർക്കും ഇപ്പൊ 90, 95, 98 ഒക്കെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ കിട്ടില്ല. ദാറ്റ്സ് നോട്ട് പോസിബിൾ. ചില കുട്ടികൾക്ക് പഠിപ്പിനെക്കാട്ടും ഇൻട്രസ്റ്റ് വേറെ കാര്യങ്ങൾക്കായിരിക്കും, വിച്ച് ഇസ് നോട്ട് റോങ്. ബട്ട് നമ്മൾ ബെയർ മിനിമത്തിൽ പോയേ പറ്റുള്ളൂ. ഒരു 70-75 എയിം ചെയ്യാം. അപ്പോൾ പതുക്കെ ഒരു 60-ലും 65-ലും ഒക്കെ നമ്മൾ ലാൻഡ് ചെയ്യും. അത് കഴിഞ്ഞ് നമ്മുടെ എക്സ്പെക്ടേഷൻ, നമ്മുടെ ലെവൽ ഒന്ന് കൂട്ടുക. 80-85 ആ ഒരു ലെവലിലേക്ക് കൊണ്ടുവരിക. 80-85 പോകുമ്പോൾ സ്വാഭാവികമായിട്ട് 70-75 നമ്മൾ ലാൻഡ് ചെയ്യും. അങ്ങനെ പയ്യെ ഗ്രോ, എക്സ്പൊണൻഷ്യലി ഗ്രോ. പഠനം എന്ന് പറയുന്ന ഒരു പ്രക്രിയ അതത്ര എളുപ്പത്തിൽ കിട്ടുന്ന ഒരു കാര്യമില്ല. നിങ്ങൾക്ക് 10th നല്ലൊരു മാർക്ക് കിട്ടണമെങ്കിൽ ഐ തിങ്ക് യു ഷുഡ് സ്റ്റാർട്ട് റൈറ്റ് ഫ്രം 7th സ്റ്റാൻഡേർഡ്. 7th തൊട്ട് സീരിയസ് ആയി പഠിച്ചാൽ മാത്രമേ 10th നമുക്കൊരു എക്സ്പെക്ടേഷൻ അല്ലെങ്കിൽ ഒരു എന്താ പറയാ എന്തെങ്കിലും നമുക്കൊരു ഹോപ്പ് ഉണ്ടാവുള്ളൂ. 7th കുട്ടികളെ കണ്ടറിയാം 10th അവർ എത്രത്തോളം സ്റ്റഡീസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുള്ളത്. പിന്നെ ചില കുട്ടികളുണ്ട്, എക്സെപ്ഷണൽ ആയിട്ടുള്ള കുട്ടികളുണ്ട്. അവരെന്താ ചെയ്യാം, അവർ ചിലപ്പോൾ 9th ഹാഫ് വരെ കളിച്ചു നടക്കും, പക്ഷെ 10th അവര് അടിച്ചു പൊളിച്ച് പഠിക്കും. അങ്ങനെയുള്ള കുട്ടികളുണ്ട്. പക്ഷെ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇറ്റ് ഇസ് അഗെയിൻ ബർഡനസ് ഓൺ ദ ചൈൽഡ്. പെട്ടെന്ന് ഇതെല്ലാം കൂടെ കവറപ്പ് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പം നടക്കുന്ന ഒരു കാര്യമില്ല. ഇഫ് യു വാണ്ട് ടു സ്റ്റഡി കൺസിസ്റ്റന്റ്ലി യു ഹാവ് ടു ഗെറ്റ് എ റിസൾട്ട് കൺസിസ്റ്റന്റ്ലി. നിങ്ങൾ ഒരു എക്സാമിന് നല്ല മാർക്ക് മേടിച്ചു കഴിഞ്ഞാൽ മാത്രമേ ആ മാർക്ക് കിട്ടുന്നതിന്റെ ഒരു കിക്ക് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഇനി വേറൊരു കാര്യം എനിക്ക് അത്യാവശ്യമായിട്ട് സ്റ്റുഡൻസിന്റെ അടുത്തും പേരൻസിന്റെ അടുത്തും ഒരേപോലെ പറയാനുള്ള ഒരു കാര്യം, ദയവ് ചെയ്ത് നിങ്ങളുടെ മാർക്ക് വേറൊരു കുട്ടിയായിട്ട് കമ്പയർ ചെയ്യരുത്. ഒരിക്കലും നിങ്ങളത് ചെയ്യരുത്. പേരൻസ് ആണ് ചെയ്യുന്നതെങ്കിൽ യു ആർ ഡൂയിങ് സച്ച് എ റോങ് തിങ് ടു യുവർ ചൈൽഡ്. നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ കുട്ടിക്ക് മോശമായ ഒരു കാര്യം ചെയ്യണം എന്ന് ആഗ്രഹിക്കില്ല എന്ന് എനിക്കറിയാം. പക്ഷേ നിങ്ങൾ ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ യു ആർ അഫക്റ്റിംഗ് യുവർ ചൈൽഡ് ഫസ്റ്റ് തിങ്. ഇനി കുട്ടികൾ സ്വയം എന്റെ മാർക്ക് അവളുടെ മാർക്കിനെക്കാട്ടും കുറവാണ്, അവൾ എന്നേക്കാൾ നല്ല മാർക്ക് മേടിച്ചു എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതും തെറ്റാണ്. ഒരു കാരണവശാലും അങ്ങനെ ചെയ്യരുത്. നിങ്ങളുടെ കോമ്പറ്റീഷൻ നിങ്ങളുടെ പ്രീവിയസ് മാർക്ക് ആയിരിക്കണം. കഴിഞ്ഞ എക്സാമിന് എനിക്ക് 52 കിട്ടി, ഈ എക്സാമിന് എനിക്ക് 64 കിട്ടിയിട്ടുണ്ട്, വിച്ച് മീൻസ് ഐ ഹാവ് ഗ്രോൺ. ഇനി അടുത്ത എക്സാമിന് എനിക്കൊരു 70-75 കിട്ടണം. ഇതായിരിക്കണം ഒരു കുട്ടിയുടെ മനോഭാവം. അല്ലാതെ അപ്പുറത്തുള്ള കുട്ടിക്ക് 75 കിട്ടി അതുകൊണ്ട് എനിക്ക് 80 കിട്ടണം എന്ന് ചിന്തിച്ചാൽ പോയി. ഇങ്ങനെയുള്ളവരുടെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്റ്റേണലി ദേ ആർ മോട്ടിവേറ്റഡ്. ആ ഒരു എക്സ്റ്റേണൽ മോട്ടിവേഷൻ, അപ്പുറത്തിരിക്കുന്ന കുട്ടി അടുത്ത കൊല്ലം സ്കൂൾ മാറി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കുട്ടിയുടെ പഠിക്കാനുള്ള മോട്ടിവേഷൻ അങ്ങോട്ട് ഇല്ലാണ്ടാവും. അതുകൊണ്ട് എപ്പോഴും കോമ്പീറ്റ് വിത്ത് യുവർ സെൽഫ്. നിങ്ങൾ തന്നെയായിരിക്കണം നിങ്ങളുടെ ബെഞ്ച് മാർക്ക്. ഇത്തവണ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയോ അതിൽ നിന്ന് 10 അക്കം കൂടുതൽ അടുത്തവണ വാങ്ങാൻ വേണ്ടി ശ്രമിക്കുക, അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, സോ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ് ആൻഡ് ഡു വെൽ. ഇത് കൂടാതെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡൗട്ട്സ് പഠനം റിലേറ്റഡ് ആയിട്ടോ സബ്ജക്ട് മാറ്റർ റിലേറ്റഡ് ആയിട്ടോ ഇംഗ്ലീഷ് റിലേറ്റഡ് ആയിട്ടോ ഉണ്ടെങ്കിൽ don't forget to post it in the comments. If possible, I'll definitely do a video on that as well. Okay, so all the best for your exams. Do well. Until we meet again, stay hydrated, stay healthy. Take care. Bye.